എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പുതിയൊരു പാഠഭാഗമാണ്. മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരി ഗ്രേസിയുടെ തത്തക്കൂട്ട് എന്നുള്ള ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു ചെറുകഥ. പേര് സൂചിപ്പിക്കുന്ന പോലെ തത്തക്കൂട്ട്, ഒരു തത്തയുടെ കൂട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ് ഗ്രേസി ഇവിടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ കഥ ആരംഭിക്കുന്നത് തന്നെ വാർദ്ധക്യത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒറ്റപ്പെടലുകൾ, വിഷമതകൾ എന്നിവയിൽ നിന്ന് ഒരു ദമ്പതിമാർക്ക് ഒരു തത്ത കൂട്ടാവുന്ന ഒരു കഥയെ കുറിച്ചിട്ടാണ് ഇതിൽ ഗ്രേസി പറയുന്നത്. ഇതിലൂടെ ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് മുന്നിൽ ഗ്രേസി എടുത്തു കാണിക്കുന്നുണ്ട്. അച്ഛനമ്മമാരെ ഒറ്റപ്പെടുത്തുന്ന നിമിഷങ്ങൾ, അതേപോലെ പക്ഷിമൃഗാദികളോടുള്ള പരിഗണന, സ്നേഹം, ദയ, കാരുണ്യം എന്നീ മൂല്യങ്ങളെ എല്ലാം വിളിച്ചുണർത്തുന്ന ഒരു മനോഹരമായിട്ടുള്ള കഥയാണ് തത്തക്കൂട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുന്നേ എഴുത്തുകാരിയെ കുറിച്ചും പാഠഭാഗത്തെ കുറിച്ചിട്ടും ഒരു കൃത്യമായ ഒരു ധാരണ വേണം. ആ ധാരണയ്ക്ക് നമുക്ക് ടീച്ചർ ഒരു വീഡിയോ കാട്ടിത്തരാം. ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അത് കണ്ടാലാണ് നമ്മൾ തത്തക്കൂട്ട് എന്ന കഥയുടെ പ്രധാന ആശയത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖനനം ചെയ്യുന്നവരാണ് എഴുത്തുകാർ. ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ അവസ്ഥാന്തരങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന കഥയാണ് തത്തക്കൂട്ട്. നിരാലംബരായ മനുഷ്യരുടെ ജീവിതമാണ് കഥാപാത്രങ്ങളിലൂടെ നിർദ്ധാരണം ചെയ്യുന്നത്. ഏകാന്തതയെ, ബന്ധങ്ങളുടെ ഊഷ്മളതയെ വൈകാരികമായി ഈ കഥയിൽ ഗ്രേസി വിശകലനം ചെയ്യുന്നുണ്ട്. പ്രമേയങ്ങൾ കൊണ്ട് അസാധാരണമായ ഉൾക്കാഴ്ചകളിലേക്ക് വായനക്കാരെ നയിക്കാൻ ഗ്രേസിയുടെ കഥകൾക്ക് കഴിവുണ്ട്. ഇവിടെയും അതുതന്നെ സംഭവിക്കുന്നു. ഇതിനു മുമ്പും കുട്ടിക്കൃഷ്ണൻ തത്തയെ പലതവണ തുറന്നുവിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തുറന്നുവിടാനിടയായ സാഹചര്യം ഭാര്യ മരിച്ചതാണ്. അവൾ ഇല്ലാത്ത ഒരു ലോകത്ത് തനിക്കിനി ആരും കൂട്ടിനില്ലെന്ന് തന്നെ അയാൾ വിശ്വസിക്കുന്നു. ഒരു തത്തക്കുഞ്ഞിനെ കാക്കപ്പട വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ചയാണ് അയാളെ തത്തയിലേക്ക് അടുപ്പിച്ചത്. അതിൻ്റെ നെഞ്ച് ചെറുതായി മിടിക്കുന്നത് കണ്ട് അയാൾ ആശ്വസിച്ചു. ഭാഗ്യം, അത് ഭാര്യയെ വിളിച്ചതാണെങ്കിലും കൈവന്ന വലിയൊരു ഭാഗ്യമായി അയാൾ കരുതുന്നു. എന്താ കുട്ടി എന്ന ഭാഗ്യലക്ഷ്മിയുടെ വിളിയിൽ ഭർത്താവ് കുട്ടിക്കൃഷ്ണന്റെ പേര് ഉണ്ടെങ്കിലും അതിലൊരു സ്നേഹവും വാത്സല്യവും ഉണ്ട്. അവർ രണ്ടുപേരും ചേർന്ന് തത്തയെ ശുശ്രൂഷിക്കുന്നു. തൊട്ടിലിൽ ഉറങ്ങുന്ന മകനെ നോക്കി നിൽക്കുന്ന അച്ഛനമ്മമാരായി അവർ തങ്ങളെ തന്നെ കണ്ടു. പുറത്തു ചാടാൻ തുടങ്ങിയ ഒരു നിലവിളി അമർത്തിപ്പിടിച്ച് വിദേശത്ത് സ്ഥിരതാമസമാക്കിയ 2 ആൺമക്കളെക്കുറിച്ച് അവർ ഓർക്കുന്നു. പേരക്കുട്ടികളുടെ മുഖം പോലും ഉള്ളിൽ തെളിയാത്തിടത്തോളം അവരുടെ ഓർമ്മകളിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു ആ ബന്ധങ്ങൾ. പക്ഷിയുടെ തന്തയും തള്ളയും അന്വേഷിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവർ. പക്ഷേ അതുണ്ടായില്ല. അവിടെയും കുഞ്ഞുങ്ങളോടുള്ള മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെ ആവിഷ്കാരം കാണാം. തത്ത കുഞ്ഞിൻ്റെ ആരോഗ്യം വീണ്ടു കിട്ടിയപ്പോൾ കൂട് തുറന്ന് അതിനോട് പോകാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുകയാണോ എന്നൊരു ദയനീയ ഭാവമാണ് തത്ത കുഞ്ഞിനുണ്ടായത്. പിന്നീട് അങ്ങോട്ട് പേരക്കുട്ടികൾക്കായി കരുതി വെച്ച വാത്സല്യം മുഴുവൻ അവർ തത്തക്കുഞ്ഞിൽ ചുരിഞ്ഞു. കുട്ടി എന്ന് തത്തക്കുഞ്ഞു വിളിച്ചപ്പോൾ അത്ഭുതവും ആഹ്ലാദവും തോന്നിയെങ്കിലും മറ്റു തത്തകൾ മനുഷ്യഭാഷ സംസാരിച്ച തത്തയെ കൂട്ടത്തിൽ കൂട്ടില്ലെന്ന് കരുതി അതിനെ എത്രയും വേഗം സ്വതന്ത്രമാക്കാനാണ് അയാൾ ശ്രമിച്ചത്. ഇത്രയുമാണ് ആ പാഠഭാഗത്തിൻ്റെ ആശയം.